ഫ്രം എ കിങ്ഡം ടു ആൻ എംപയർ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ലാസ്റ്റ് പാർട്ടുമാണ് നമ്മൾ നോക്കുന്നത്. അശോക യുണീക്ക് റൂളറായ അശോകയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ദി മോസ്റ്റ് ഫേമസ് മൗര്യ റൂളർ വാസ് അശോക. മൗര്യ ഡൈനാസ്റ്റിയിലെ മോസ്റ്റ് ഫേമസ് റൂളറാണ് ഈ അശോക. He was the first ruler who tried to take his message to the people through inscriptions. Inscriptions എന്ന് പറഞ്ഞാൽ ഈ കല്ലിലും ഇരുമ്പിലൊക്കെ എഴുതി വയ്ക്കുന്ന അല്ലെങ്കിൽ കൊത്തി വയ്ക്കുന്ന, മോസ്റ്റ്ലി സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, സ്റ്റോണിൽ ഇൻസ്ക്രൈബ് ചെയ്യുക, അതിൽ കൊത്തി വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് അങ്ങനെ കല്ലിലൊക്കെ കൊത്തി വെച്ച് അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രൈ ചെയ്ത റൂളറാണ് ഈ അശോക. മോസ്റ്റ് ഓഫ് അശോകാസ് ഇൻസ്ക്രിപ്ഷൻസ് വെയർ ഇൻ പ്രകൃത്. പണ്ടത്തെ ലാംഗ്വേജാണ് പ്രകൃത് ലാംഗ്വേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി ഇൻസ്ക്രിപ്ഷൻസും. ആൻഡ് വെർ റിട്ടൺ ഇൻ ബ്രാഹ്മി സ്ക്രിപ്റ്റ്. പ്രകൃത് എന്ന ലാംഗ്വേജിൻ്റെ ബ്രാഹ്മി സ്ക്രിപ്റ്റിലായിരുന്നു എഴുതിയതെല്ലാം. അശോകാസ് വാർ ഇൻ കലിംഗയിലെ അശോകൻ്റെ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കലിംഗ ഈസ് ദി ഏൻഷ്യൻ നെയിം ഓഫ് കോസ്റ്റൽ ഒറീസയുടെ ആ കോസ്റ്റൽ ഭാഗത്തെ പണ്ടുപയോഗിച്ചിരുന്ന പേരാണ് കലിംഗ എന്ന്. ഇവിടെ നമുക്ക് നോക്കാം ഈ മാപ്പിൽ ഈ ഭാഗം കലിംഗ ഒറീസയുടെ കോസ്റ്റൽ ഏരിയയാണ്. സമുദ്രത്തോട്, സീനോട്, കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അശോക ഫൗട്ട് എ വാർ ടു കോൺകർ കലിംഗ പിടിച്ചടക്കാനായിട്ട് അശോക ചക്രവർത്തി ഒരു യുദ്ധം നടത്തി. ഹൗവർ ഹി വാസ് സോ ഹൊറിഫൈഡ് വെൻ ഹി സോ ദ വയലൻസ് ആൻഡ് ബ്ലഡ്ഷെഡ് ദാറ്റ് ഹി ഡിസൈഡഡ് നോട്ട് ടു ഫൈറ്റ് എനി മോർ വാർസ്. അദ്ദേഹത്തിന് ഒരുപാട് ഹൊറിഫൈഡായി, അല്ലെങ്കിൽ ഈ വയലൻസും ബ്ലഡും ഒക്കെ കണ്ട് അദ്ദേഹത്തിന് മനസ്സ് മടുത്തു. ആൻഡ് ഹി ഡിസൈഡഡ് നോട്ട് ടു ഫൈറ്റ് എനി മോർ വാർ. ഇനിയൊരു യുദ്ധവും ചെയ്യില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഹി ഈസ് ദ ഓൺലി കിങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഹു ഗേവ് അപ്പ് കോൺക്വസ്റ്റ് ആഫ്റ്റർ വിന്നിങ് എ വാർ. യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് പോലും പിന്നീട് ഇനിയൊരു യുദ്ധം ചെയ്യില്ല, ഇനിയൊരു വാർ ഉണ്ടാവില്ല എന്ന് ഡിസൈഡ് ചെയ്ത ഒരേ ഒരു കിങ്ങാണ് ഈ അശോക. അശോകാസ് ഇൻസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബിങ് ദി കലിംഗ വാറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന അശോക ചക്രവർത്തിയുടെ ഒരു ഇൻസ്ക്രിപ്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദിസ് ഈസ് വാട്ട് അശോക ഡിക്ലെയർഡ് ഇൻ വൺ ഓഫ് ഹിസ് ഇൻസ്ക്രിപ്ഷൻസ്. കൊത്തി വെച്ചിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷനിൽ ഈ താഴെ പറയുന്ന വിധത്തിലാണ് അദ്ദേഹം ഡിക്ലെയർ പറഞ്ഞത്. 8 years after becoming king, I conquered Kalinga. 8 years after becoming king ആയി 8 വർഷം കഴിഞ്ഞപ്പോൾ I conquered കലിംഗ. ഞാൻ കലിംഗ പിടിച്ചെടുത്തു. About 1.5 lakh people were captured. 1.5 ലക്ഷം പേരെ ക്യാപ്ചർ ചെയ്തു, പ്രിസണേഴ്സാക്കി. ആൻഡ് മോർ ദാൻ 1 lakh ഓഫ് പീപ്പിൾ വെർ കിൽഡ്. 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ മരണമടഞ്ഞു യുദ്ധത്തിൽ. ദിസ് ഫിൽഡ് മീ വിത്ത് സോറോ. വൈ? ഇത് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നു. വൈ? എന്തുകൊണ്ടാണ്? വെനെവർ an independent land is conquered, lakhs of people die and many are taken prisoner. ഒരു ഇൻഡിപെൻഡൻറ്റ് ലാൻഡ് പിടിക്കുമ്പോൾ, അത് വാർ നടത്തുമ്പോൾ ഒരുപാട് പേര് മരിക്കുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു, ഒരുപാട് പേരെ പ്രിസണേഴ്സാക്കുന്നു. അതിനിടയിൽ ബ്രാഹ്മിൻസും മോങ്സും they also die. People who are kind to their relatives and friends, to their slaves and servants, they die or lose their loved ones. അതായത് നല്ലവരായ മനുഷ്യർ
അവരുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവിനോടൊക്കെ കൈൻഡായ ദയുള്ള മനുഷ്യർ, അവരുടെ സ്ലേവ്സിനോട് ദയുള്ള യജമാനന്മാർ, അവരുടെ സെർവൻസ്, അങ്ങനെ ഒരുപാട് പേര്, അവരുടെ ലൗഡ് വൺസ് എല്ലാം മരിച്ചു പോകുന്നു. ആൻഡ് ഈസ് വൈ ഐ ആം സാഡ്. അതുകൊണ്ടാണ് ഞാൻ ദുഃഖിതനായിരിക്കുന്നത്. ആൻഡ് ഹാവ് ഡിസൈഡഡ് ടു ഒബ്സർവ് ധമ്മ ആൻഡ് ടു ടീച്ച് അതേഴ്സ് അബൌട്ട് ഇറ്റ് ആസ് വെൽ. ഞാൻ ധമ്മ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. ധമ്മ എന്ന് പറഞ്ഞാൽ ധർമ്മ, അതാണ് ഈ ധമ്മ. ആ പ്രകൃത ലാംഗ്വേജ്, പണ്ട് കാലത്തെ ലാംഗ്വേജ് ധമ്മ എന്നായിരുന്നു പറയുന്നത്. ധർമ്മ പ്രാക്ടീസ് ചെയ്യാണ്. ആൻഡ് ഐ വിൽ ടീച്ച് അതേഴ്സ് ഓൾസോ അബൌട്ട് ധമ്മ എന്ന് അശോകൻ ഡിസൈഡ് ചെയ്യണം. ഐ ബിലീവ് ദാറ്റ് വിന്നിങ് പീപ്പിൾ ഓവർ ത്രൂ ധമ്മ ഈസ് മച്ച് ബെറ്റർ ദാൻ കോൺകറിങ് ദം ത്രൂ ഫോഴ്സ്. ഫോഴ്സ് വെച്ച് വാർ ചെയ്ത്, യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ പിടിച്ചടക്കുന്നതിലും നല്ലത് ആൾക്കാരുടെ മനസ്സ് കീഴടക്കിയാണ് ധമ്മ പ്രാക്ടീസ് ചെയ്തിട്ട്, അവനവൻ്റെ ധർമ്മം ചെയ്തിട്ട്. ആൻഡ് ഐ ആം ഇൻസ്ക്രൈബിങ് ദിസ് മെസ്സേജ് ഫോർ ദ ഫ്യൂച്ചർ. ഞാനിത് എഴുതി വയ്ക്കുന്നത് ദ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് മൈ സൺ ആൻഡ് ഗ്രാൻഡ് സൺ ആഫ്റ്റർ മീ ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് വാർ. എൻ്റെ മകനോ എൻ്റെ ചെറുമകനോ മകൻ്റെ മക്കളോ ഒന്നും ഈ വാറിനെ കുറിച്ച് ചിന്തിക്കരുത്, അവർ യുദ്ധം ചെയ്യരുത്. ഇൻസ്റ്റഡ് ദേ ഷുഡ് ട്രൈ ടു തിങ്ക് അബൌട്ട് ഹൗ ടു സ്പ്രെഡ് ധമ്മ. ധമ്മ എങ്ങനെ സ്പ്രെഡ് ചെയ്യും, അതിനെക്കുറിച്ചായിരിക്കണം അവർ ചിന്തിക്കേണ്ടത്. ആൻഡ് ഹൗ ഡിഡ് കലിംഗ വാർ bring about a change in Ashoka's attitude towards war? Dhamma is a Prakrit word for the Sanskrit term dharma. ധർമ്മ എന്ന സംസ്കൃത പദത്തിൻ്റെ പ്രകൃത വേർഡാണ് ഈ ധമ്മ. വാട്ട് ഈസ് അശോകാസ് ധമ്മ? അശോകൻ്റെ ഈ ധമ്മ എന്താണ്? അശോകാസ് ധമ്മ ഡിഡ് നോട്ട് ഇൻവോൾവ് വർഷിപ്പ് ഓഫ് എ ഗോഡ്. ഒരു ദൈവത്തിൻ്റെ വർഷിപ്പല്ല. ഓർ പെർഫോമൻസ് ഓഫ് എ സാക്രിഫൈസ്, ഒരു ബലിയോ ഒരു അങ്ങനെയുള്ള സാക്രിഫൈസോ അല്ല. ഹീ ഫെൽറ്റ് ദാറ്റ് ജസ്റ്റ് ആസ് ഫാദർ ട്രൈസ് ടു ടീച്ച് ഹിസ് ചിൽഡ്രൻ, ഒരു അച്ഛൻ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ, ഹീ ഹാഡ് എ ഡ്യൂട്ടി ടു ഇൻസ്ട്രക്ട് ഹിസ് സബ്ജക്ട്സ്. തൻ്റെ അനുയായികളെ, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് അശോക ചക്രവർത്തി മനസ്സിലാക്കുകയാണ്. ഹീ വാസ് ഓൾസോ ഇൻസ്പയർഡ് ബൈ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ബുദ്ധൻ്റെ ടീച്ചിങ്സും അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തു. ദർ വർ എ നമ്പർ ഓഫ് പ്രോബ്ലംസ് ദാറ്റ് ട്രബിൾഡ് ഹിം. അപ്പോഴും അദ്ദേഹത്തെ ഒരുപാട് പ്രോബ്ലംസ് ട്രബിൾ ചെയ്തു. പീപ്പിൾ ഇൻ ദ എംപയർ ഫോളോഡ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. ആ എംപയറിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലുള്ള ആൾക്കാർ പല റിലീജിയൻസാണ് ഫോളോ ചെയ്തത്. ആൻഡ് ദിസ് സംടൈംസ് ലെഡ് ടു കോൺഫ്ലിക്റ്റ്. അവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ആനിമൽസ് വെർ സാക്രിഫൈസ്ഡ്. ആനിമൽസിനെ ബലി കൊടുക്കുന്നു. സ്ലേവ്സ് ആൻഡ് സെർവൻസ് വെർ ഇൽ ട്രീറ്റഡ്. സ്ലേവ്സിനെയും സെർവൻസിനെയും നന്നായി പരിഗണിക്കുന്നില്ല, അവരെ ഇൽ ട്രീറ്റ് ചെയ്യുന്നു. ബിസൈഡ്സ് ദർ വർ ക്വാറൽസ് ഇൻ ദ ഫാമിലീസിൽ വഴക്കുകൾ, ആൻഡ് എമംഗ്സ് നെയ്ബേഴ്സിൻ്റെ ഇടയിൽ വഴക്കുകൾ. അശോക ഫെൽറ്റ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു സോൾവ് ദീസ് പ്രോബ്ലംസ്. അശോകന് തോന്നി ഇത് എൻ്റെ ഡ്യൂട്ടിയാണ് ഈ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാമെന്നത്. സോ ഹി അപ്പോയിൻറ്റഡ് ഒഫീഷ്യൽസ്. അപ്പോൾ അതിനുവേണ്ടി അധികാരികളെ അല്ലെങ്കിൽ ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യാണ്. നോൺ ആസ് ധമ്മ മഹമട്ട. ധമ്മ മഹമട്ട എന്ന് പറഞ്ഞ് ഓഫീഷ്യൽസിനെ അവർ അപ്പോയിൻ്റ് ചെയ്യാണ്. ഹു വെൻറ്റ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ടീച്ചിങ് പീപ്പിൾ അബൌട്ട് ധമ്മ. ധമ്മയെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്തു. ധമ്മ മഹമട്ട എന്നാണ് അവരെ വിളിച്ചത്. അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തോട്ട് ഈ ധമ്മ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മൂവ് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ബിസൈഡ്സ് അശോക ഗോട്ട് ഹിസ് മെസ്സേജസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ റോക്സ് ആൻഡ് പില്ലേഴ്സ്. റോക്സിലും പില്ലറുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് ഇൻസ്ക്രൈബ് ചെയ്തു. ഇൻസ്ട്രക്റ്റിംഗ് ഹിസ് ഒഫീഷ്യൽസ് ടു റീഡ് ഹിസ് മെസ്സേജ് ടു ദോസ് ഹു കുഡ് നോട്ട് റീഡ് ഇറ്റ് ദംസെൽഫ്. ആ ഇൻസ്ക്രൈബ് ചെയ്തത് വായിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വായിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽസിനെ ചുമതലപ്പെടുത്തി. അശോക ഓൾസോ സെൻറ്റ് മെസ്സഞ്ചേഴ്സ് ടു സ്പ്രെഡ് ഐഡിയാസ് അബൌട്ട് ധമ്മ ടു അതർ ലാൻഡ്സ്. മറ്റ് രാജ്യങ്ങളിലോട്ടും മറ്റ് സ്ഥലത്തോട്ടും ഈ ധമ്മ അതിനെക്കുറിച്ച് അതിൻ്റെ ഐഡിയാസ്, അതിൻ്റെ മെസ്സേജ്
സ്പ്രെഡ് ചെയ്യാനായിട്ട് മെസ്സഞ്ചേഴ്സിനെ വിട്ടു, സച്ച് ആസ് സിറിയയിലോട്ട്, ഈജിപ്തിലോട്ട്, ഗ്രീസിലോട്ട്. ആൻഡ് ഹിസ് സൺ ഇറ്റ് സെൽഫ് മഹീന്ദ്ര ആൻഡ് ഡോട്ടർ സംഘ് മിത്ര ടു ശ്രീലങ്ക. ശ്രീലങ്കയിലോട്ടും മകനെയും മകളെയും പറഞ്ഞു വിട്ടു. ഹി ബിൽറ്റ് റോഡ്സ്, ഡഗ് വെൽസ് ആൻഡ് ബിൽറ്റ് റെസ്റ്റ് ഹൗസസ്. അദ്ദേഹം റോഡുകളുണ്ടാക്കി, കിണറുകൾ കുഴിച്ചു, അതുപോലെ തന്നെ റെസ്റ്റ് ഹൗസസ് ഒക്കെ ഉണ്ടാക്കിപ്പിച്ചു. ആൻഡ് ബിസൈഡ്സ് ഹി അറേഞ്ച്ഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ബോത്ത് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അനിമൽസ്. ഹ്യൂമൻ ബീയിങ്സിനും അനിമൽസിനും വേണ്ടി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വരെ അദ്ദേഹം തുടങ്ങി വെച്ചു. ഇതൊരു രാംപുര ഒരു ബുള്ളാണ്. രാംപൂർവ ബുൾ എന്നാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് ഫൈൻലി പോളിഷ്ഡ് സ്റ്റോൺ സ്കൾപ്ചർ. സ്റ്റോണിൻ്റെ ഉണ്ടാക്കിയ ഒരു സ്കൾപ്ചറാണ്, പ്രതിമയാണ് ഒരു ബുള്ളിൻ്റെ. ദിസ് വാസ് പാർട്ട് ഓഫ് മൗര്യൻ പില്ലർ ഫൗണ്ട് ഇൻ രാംപൂർവ ബീഹാറിൽ കണ്ട ഒരു മൗര്യൻ പില്ലറിൻ്റെ ഒരു പാർട്ടായിരുന്നു. ആൻഡ് ഹാസ് നൗ ബീൻ പ്ലേസ്ഡ് ഇൻ രാഷ്ട്രപതി ഭവനിലാണ് ഇപ്പോൾ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദി സ്കിൽ ഓഫ് സ്കൾപ്ചേഴ്സ് ഓഫ് ദ ടൈം. ആ സമയത്തെ ആൾക്കാരുടെ സ്കില്ലാണ് ഈ കാണിക്കുന്നത്. ആ സ്കൾപ്ചേഴ്സിൻ്റെ സ്കില്ല് എത്ര ഫൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അത്രയും കഴിവുള്ള ആൾക്കാരായിരുന്നു ആ സമയത്തൊന്ന് കാണിക്കുന്നത്. അശോകാസ് മെസ്സേജ് ടു ഹിസ് സബ്ജക്ട്സ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക്, പ്രജകൾക്കുള്ള അശോകൻ്റെ മെസ്സേജ് എന്തായിരുന്നു? അശോക് ചക്രവർത്തിയുടെ പീപ്പിൾ പെർഫോം എ വെറൈറ്റി ഓഫ് റിച്വൽസ് വെൻ ദേ ഫോൾ ഇൽ, വെൻ their children get married, and when their children are born, and when they go on a journey. ഒരു ജേണിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊച്ചു ജനിക്കുമ്പോൾ, അവരുടെ മക്കൾ വിവാഹിതരാകുമ്പോൾ, ആരെങ്കിലും സിക്കാവുമ്പോൾ, അയ്യാണ്ടാകുമ്പോൾ ഒരുപാട് റിച്വൽസ് ജനങ്ങൾ പെർഫോം ചെയ്യാറുണ്ട്. ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും നടത്താറുണ്ട്. ദീസ് റിച്വൽസ് ആർ നോട്ട് യൂസ്ഫുൾ. ഈ റിച്വൽസ് യൂസ്ഫുൾ അല്ല. ഇഫ് ഇൻസ്റ്റെഡ്, അതിന് പകരം പീപ്പിൾ ഒബ്സർവ് അതർ പ്രാക്ടീസസ്, മറ്റു പ്രാക്ടീസസാണ് ചെയ്യേണ്ടത്. ദേ വുഡ് ബി മോർ ഫ്രൂട്ട്ഫുൾ. അത് കൂടുതൽ ഫലം ചെയ്യുന്നതായിരിക്കും. വാട്ട് ആർ ദീസ് അതർ പ്രാക്ടീസസ്? എന്തൊക്കെയാണ് അങ്ങനത്തെ അതർ പ്രാക്ടീസസ്? ദീസ് ആർ വന്നിട്ട് പറയാണ്, ബീയിങ് ജെൻറ്റിൽ വിത്ത് സ്ലേവ്സ് ആൻഡ് സെർവൻസ്. സെർവൻസിനോടും സ്ലേവ്സിനോടും വളരെ മാന്യമായി പെരുമാറുക, ജെൻറ്റിലായി പെരുമാറുക. ആൻഡ് റെസ്പെക്റ്റിംഗ് വൺസ് എൽഡേഴ്സിനെ, പ്രായമായവരെ ബഹുമാനിക്കുക. ട്രീറ്റിംഗ് ഓൾ ക്രീച്ചേഴ്സ് വിത്ത് കമ്പാഷൻ. എല്ലാ ക്രീച്ചേഴ്സിനും, ഹ്യൂമൻസിനെയും അനിമൽസിനെയും എല്ലാം കമ്പാഷനോടെ, ദയയോടെ ട്രീറ്റ് ചെയ്യുക. ഗിവിങ് ഗിഫ്റ്റ്സ് ടു ബ്രാഹ്മിൻസ് ആൻഡ് മോങ്സ്. ബ്രാഹ്മിൻസിനും മോങ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക. ഇഫ് ഇറ്റ് ഈസ് ബോത്ത് wrong to praise one's own religion, it is both wrong to praise one's own religion and criticize others. സ്വന്തം റിലീജിയനെ പ്രൈസ് ചെയ്യും, മറ്റൊരു റിലീജിയനെ ക്രിട്ടിസൈസ് ചെയ്യും. അത് രണ്ടും തെറ്റാണ്. ഈച്ച് വൺ ഷുഡ് റെസ്പെക്റ്റ് അതേഴ്സ് റിലീജിയൻ. എല്ലാവരും മറ്റ് റിലീജിയനെ റെസ്പെക്റ്റ് ചെയ്യണം. ഇഫ് വൺ പ്രൈസസ് ഓൺ റിലീജിയൻ വൈൽ ക്രിട്ടിസൈസിങ് അനദേഴ്സ്, മറ്റൊരാളുടെ റിലീജിയനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സ്വന്തം റിലീജിയനെ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ വൺ ഈസ് ആക്ച്വലി ഡൂയിങ് ഗ്രേറ്റർ ഹാം ടു വൺസ് ഓൺ റിലീജിയൻ. അദ്ദേഹത്തിൻ്റെ സ്വന്തം റിലീജിയനെ തന്നെയാണ് ഹാം ചെയ്യുന്നത് എന്നാണ് അശോകൻ പറയുന്നത്. ദെർഫോർ വൺ ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി മെയിൻ ഐഡിയാസ് ഓഫ് അതേഴ്സ് റിലീജിയൻ ആൻഡ് റെസ്പെക്റ്റ് ഇറ്റ്. മറ്റുള്ളവരുടെ റിലീജിയനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. Identify the parts of Ashoka's message that you think are relevant today. ഇന്ന് റെലവൻ്റ് ആയിട്ടുള്ള അശോകൻ്റെ മെസ്സേജിൽ എന്താണുള്ളത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നു. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ബ്രഹ്മി സ്ക്രിപ്റ്റാണ്. നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ ഈ പാർട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ ബ്രഹ്മി സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. പ്രകൃത് ലാംഗ്വേജിലെ ബ്രഹ്മി സ്ക്രിപ്റ്റ്. മോസ്റ്റ് മോഡേൺ ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് ഹാവ് ഡെവലപ്ഡ് ഫ്രം ബ്രഹ്മി സ്ക്രിപ്റ്റ്സ്. ഇപ്പോഴുള്ള ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ പല സ്ക്രിപ്റ്റുകളും പല ലെറ്റേഴ്സും ഈ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഓവർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഹിയർ യു ക്യാൻ സീ ദ ലെറ്റർ റിട്ടൺ ഇൻ ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ്സിൽ എഴുതിയ എന്ന
ലെറ്ററാണ് ഈ താഴത്തെ കാണിച്ചിരുന്നത്. ഏർലി ബ്രഹ്മി സ്ക്രിപ്റ്റാണ് ഇത്. ഹിന്ദിയിലുള്ള ദേവ്നഗറി ലെറ്ററാണ്. ഇത് ബംഗാളിയാണ്, ഇത് മലയാളമാണ്, ഇത് തമിഴാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതൊക്കെയാണ്. ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അതിൽ നമ്മൾ ആദ്യം നോക്കി അശോക യുണീക്ക് റൂളർ. ഇതിലാണ് നമ്മൾ ബ്രഹ്മി സ്ക്രിപ്റ്റിനെ കുറിച്ചും പ്രകൃത് ലാംഗ്വേജിനെ കുറിച്ചും അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് പ്രകൃത് ലാംഗ്വേജിലായിരുന്നു, ബ്രഹ്മി സ്ക്രിപ്റ്റായിരുന്നു. ആ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ എന്ന് നമ്മൾ നോക്കി അതെങ്ങനെ എഴുതുക എന്നുള്ളത്. കലിംഗ വാറിനെ കുറിച്ച് പഠിച്ചു. ഇൻസ്ക്രിപ്ഷൻസ് അബൌട്ട് കലിംഗ വാർ, അതിനെക്കുറിച്ച് എന്താ അശോകൻ എഴുതി വച്ചിരിക്കുന്നത് അത് പഠിച്ചു. അശോകൻ്റെ ധമ്മ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഈ രാംപുർ ബുള്ളിനെ കുറിച്ചൊക്കെ പഠിച്ചു. അശോകാസ് മെസ്സേജ് ടു ഹിസ് സബ്ജക്ട്സ്, അശോകൻ്റെ മെസ്സേജ് നമ്മൾ വായിച്ചു. അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.